നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ രഘു, നീ ഉറക്കളക്കാൻ തീരുമാനിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നീ ആർക്ക് ഭക്ഷണം വാങ്ങിക്കാനാണ് പോകുന്നതെന്നും എനിക്കറിയാം. മതി മോളെ കളിച്ചത്, ഉറങ്ങണ്ടേ മോൾക്ക്? രഘുവങ്കിൾ ഇപ്പൊ ആഹാരമായിട്ട് വരും. അത് കഴിച്ചിട്ട് മോൾ ഉറങ്ങിയാ മതി കേട്ടോ. അമ്മ ഫോൺ എടുക്കട്ടെ. ആ രഘുവേട്ടാ, വിനയൻ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫുഡുമായിട്ട് അങ്ങോട്ട് വന്നപ്പോഴേ അവനോട് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യും? അല്ല, മോൾക്ക് വിശക്കുന്നുണ്ടാവൂലേ? അത് കുഴപ്പമില്ല രഘുവേട്ടാ, മോളിപ്പോ ഉറങ്ങും. അയ്യോ, അപ്പോ ഒന്നും കഴിക്കാതെ ഉറങ്ങേണ്ടി വരുമല്ലോ. മെഡിസിൻസ് കഴിക്കണ്ടല്ലേ മോൾക്ക്? എന്നുവെച്ച് രഘുവേട്ട റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരണ്ട. അമ്പിളി ചേച്ചി ഹോസ്പിറ്റലിൽ ഉള്ളതല്ലേ, സൂക്ഷിച്ചു വന്നാ മതി. അവൻ ഇവിടുന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്തോ ഡൗട്ടുണ്ട്. അതവൻ എന്റെ പുറകെ നടക്കുന്നതും. പിന്നെ ആ മുറിയുടെ പരിസരത്തുനിന്ന് മാറാത്തതും. വിനയൻ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും രഘുവേട്ട? അമ്പിളി ചേച്ചിയും കൂടി ഇവിടെ ഉള്ള സ്ഥിതിക്ക് രഘുവേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വലിയ അപകടമല്ലേ? ആമി, നീ ടെൻഷൻ ആവാതെ. ഞാൻ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾക്ക് ഫുഡ് ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചേരാം. എങ്ങനെ? നിങ്ങൾക്ക് ഫുഡ് അവിടെ എത്തിയിരിക്കും, അതുപോലെ. തൽക്കാലം വേറൊന്നും ആലോചിക്കാതെ ഫുഡും കഴിച്ച് കിടന്നു. ഞാനിന്ന് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ഇടയ്ക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് കാണാം. എന്നാ വെക്കട്ടെ. ശരി. രഘുവേട്ടൻ ഇന്ന് ഹോസ്പിറ്റലിൽ തങ്ങാൻ തീരുമാനിച്ചത് പോലും അവളെ കാണാനെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഇന്ന് ഉറക്കളച്ചിരുന്നിട്ടായാലും വിനയൻ അത് കൈയോടെ പിടിച്ചിരിക്കും. എന്താ വിനയ ഇവിടെ നിന്നൊരു ചുറ്റിക്കളി? എന്തെങ്കിലും വിഷയമുണ്ടോ? ഹേയ്, എന്ത് വിഷയം? ഞാൻ രഘുവേട്ടനെ തിരക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ. ഞാൻ വന്നല്ലോ. ഇനി നമുക്ക് പോവാം. വാ. വാ വിനയ.